ഞാൻ ജർമ്മനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഷോ, നമ്മളെന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നത്? എല്ലാ ദിവസവും പള്ളി പോയില്ലേലും എന്തോ കുഴപ്പമുണ്ടെന്നാ അല്ലേ? ജർമ്മനിയിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന എല്ലാ ദിവസവും ഒരാൾ പള്ളി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ഹിം. നമ്മളുടെ ഈ ലോകം പോകുന്ന ഒരു പോക്കെ എവിടേക്കാണ്? ദൈവികമായതൊക്കെ അതൊന്നും വേണ്ട. അതൊക്കെ ഒത്തിരി സെക്കുലറായെങ്കിലേ ശരിയാവത്തുള്ളൂ. വി ഹാവ് ടു ബി സെക്കുലർ. എന്താണ് സെക്കുലർ? പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ജീവൻ ആരാണ്? എൻ്റെ യേശുവിൻ്റെ. നമ്മുടെ സഭയുടെ ആരാധന വത്സരം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളൊരു പുതിയ വത്സരത്തിലേക്ക് നമ്മൾ ആരംഭിച്ചു. ആ വത്സരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വലിയ അറിയിപ്പുകൾ നൽകിക്കൊണ്ടുള്ള വാക്കുകളും അതുപോലെ തന്നെ ആ കാലഘട്ടവുമാവുന്നു. ദ സീസൺ ഓഫ് ദി അനൻസിയേഷൻ, ദ സീസൺ ഓഫ് സുബോറോ, ദ സീസൺ ഓഫ് വെയിറ്റിംഗ്, ദ സീസൺ ഓഫ് ആഡ്വെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ വിശുദ്ധ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സുവിശേഷ സന്ദേശം സമാപിപ്പിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, സഖറിയ അദ്ദേഹം ദൈവാലയത്തിൽ ധൂപാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. That is a very important moment for all of us. God hear our prayers when we are in the sanctuary. When we offer Him the proper service, He will hear. This is a great message, I think, for all of us, for me and for you. When we come here, we want to offer our praise and worship. And when it is pleasing to Him, He will definitely answer our praise. അപ്പോൾ ഇവിടെ സഖറിയായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യം അതുതന്നെയാണ്. എവിടെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല. ദൈവാലയത്തിൽ, സാങ്ച്വറിയിൽ, മദ്ബഹായിൽ ആയിരിക്കുന്ന അവസരത്തിൽ, മദ്ബഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ ശിരസിൻ്റെ സ്ഥാനം, അവൻ്റെ ഖബറായിരിക്കുന്ന വിശുദ്ധ ത്രോണോസ്, അവൻ്റെ സിംഹാസനമായിരിക്കുന്നതായ ത്രോണോസ്. അപ്പോൾ നമ്മളെല്ലാം അതിനോട് ചേർന്ന് നിന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയാണ്. നമുക്ക് ഇപ്രകാരം ദൈവാലയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് സഖറിയ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളത്. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണല്ലോ. വി വാണ്ട് ദ ലോർഡ് ടു ഹിയർ അവർ പ്രെയർ. വി വാണ്ട് അവർ പെറ്റീഷൻസ് ടു ബി ആൻസർഡ്. ബട്ട് ഹൗ ആൻഡ് വെയർ? ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ ലോർഡ് ഈസ് ഗോയിങ് ടു ആൻസർ അവർ പ്രേയേഴ്സ്. I request all of you to place your praise to the Lord. നമ്മൾ ഇന്ന് കുർബാനയിൽ നമ്മളെന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഗോതമ്പപ്പവും നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ കുറേ ഒരു മുന്തിരിയുടെ സത്തും മുന്തിരിയുടെ ചാറുമല്ല നമ്മൾ കർത്താവിന് സമർപ്പിക്കുന്നത്. അത് പ്രതീകാത്മകമായിട്ടാണ്. പക്ഷേ നമ്മളവിടെ സമർപ്പിക്കുന്നത് എന്താണ്? We are surrendering our whole life. We are bringing our sorrows and our joys into the chalice. We are putting actually our victories, our joys, our sorrows, our illness, our sickness, our failures, our frustrations. These are not left to be to ourselves. The Lord wants us, all of us, whether you are a child, whether you are a grown-up, whether you are a priest, whether you are a sister, we are all supposed to bring all of us into the offering of our Lord, the chalice. He is going to make it. He is going to bless it. He is going to give you back what you ask from Him, what you ask of Him. അപ്പോൾ ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. Recently I went through a testimony of one of the priests. He is from California. He was saying this. His father became ill and he was still in the seminary. And his brother told him that your father is
that our father is very sick, so you have to come if you want to see him alive. So he had a doubt whether he should continue because he loved his father so much. But then he had a doubt whether he should continue in the seminary or he should stop and take a break and then to be with his father and serve him and to attend him. Then he went to his spiritual father. He said, "Sonny, if you want to go, you go. But what difference does it make by your presence?" So he got a shock of his life. What difference does it make by your presence? Then he said, "If you want your dad to have his health regained or whatever the Lord wants, you be here. You put all your frustrations, all your praise into the holy mass that you are celebrating, we are celebrating. He will see that your dad is helped." നമുക്ക് വിശ്വസിക്കാനൊക്കെ പ്രയാസമായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. So this particular seminarian, he started doing. That is called Eucharistic spirituality. It is called Eucharistic spirituality. Eucharistic spirituality is nothing but you make the body of Christ your own anxieties, your own sorrows, your own success, everything. And of course, his father became seriously ill and he died. But when they reached for the funeral, his brother was saying, "I have never seen such a wonderful moment in the life of our father." He said how peacefully he went. He received every sacrament. He is in heaven. He is praising. He is praising and worshiping the Lord in heaven, he said. My dear brothers and sisters, of course, the priest or the seminarian wanted the father to be living. But the Lord answered him in a different way. Living not here, but living in him, seeing the Lord face to face. This is the greatest joy that you and I can ever think of, to see the face. Yesterday I was spending so much time with my mother. And she was so happy. And I told her, "Amji, how happy you are because seeing me." And she said, "Yes, I'm so happy seeing you." Then I said, "Think of how much more would you be happy seeing the face of Jesus Christ, who gave his life for you." അമ്മച്ചിക്ക് അത്രയൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ഹൗ മച്ച് മോർ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയിരിക്കുവാൻ നമുക്ക് എത്ര സന്തോഷമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ സന്തോഷം അതാണ് പ്രിയപ്പെട്ടവരെ. ഈ യൂക്കരിസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ച് പോകാറുണ്ട്, ചിലർ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവർ എന്തോ ഒരു ചടങ്ങ് നടത്തിയിട്ട് പോകുന്ന പോലെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ദർ ആർ പീപ്പിൾ ഹൂ ആർ സോ സീരിയസ്, അല്ലേ? കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ അതേപോലെ ഇങ്ങനെ നമ്മളുടെ അധരത്തിലേക്ക് വരികയാണ്. ഹീ ഈസ് ദേർ ജീസസ്. ആൻഡ് വാട്ട് ഷുഡ് യു ഡു? You should speak to him. You should speak to him. You should be happy that he is in me. He is not only in the lap of the Father. He is there in me. In me. ആ ഒരു ഫീലിംഗ് വരുമ്പോഴത്തേക്ക് I tell you, we will be healed. We will be happy. And that is the prime moment in our life. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ കുഞ്ഞുങ്ങളെ ആദ്യ കുർബാന കൊടുക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: മക്കളെ, യേശു മക്കളുടെ ഹൃദയത്തിലേക്കും നമ്മുടെ നാവിലേക്ക് വരുമ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോണം.
ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ആൻസർ യു. നമുക്കതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് കർത്താവിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ഈ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനെ നമുക്ക് ശരിക്കും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവനെ നമുക്ക് അനുഭവിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ സക്കറിയായുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. അവൻ പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹം ധൂപം അർപ്പിച്ചപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? നമ്മൾ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വർത്തമാനം പറയാനാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? വർത്തമാനം പറയില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ശരിക്കും എന്താണ്? ഹി ബിക്കെയിം ഡം. ഹി കുഡ്ന്റ് സ്പീക്ക്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു മനോഹരമായ ഒരു ഗീതാഞ്ജലിയിലെ ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: Lord, you have touched me and left me speechless. Silence is all I need to sing your praise. Silence is all I need to sing your praise. You and me are in this world of noise. Lot of noises here, there, everywhere. We can't concentrate. So the moment when Jesus comes in, listen to the praise, listen to the song that our choir would be singing, and just assimilate. Speak to him. He answers your prayers, and this would be a wonderful experience. So this is what I wanted to say. First and foremost, our prayers will be answered not anywhere, but as we celebrate the Eucharist, as you put your... ഞാൻ ജർമ്മനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. നമ്മളെന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നത്? എല്ലാ ദിവസവും പള്ളി പോയില്ലേലും എന്തോ കുഴപ്പമുണ്ടെന്നാ, അല്ലേ? ജർമ്മനിയിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന എല്ലാ ദിവസവും ഒരാൾ പള്ളി പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ഹിം. നമ്മളുടെ ഈ ലോകം പോകുന്ന ഒരു പോക്കെ എവിടേക്കാണ്? ദൈവികമായതൊക്കെ അതൊന്നും വേണ്ട. അതൊക്കെ ഒത്തിരി സെക്കുലർ ആയെങ്കിലേ ശരിയാവത്തുള്ളൂ. വി ഹാവ് ടു ബി സെക്കുലർ. എന്താണ് സെക്കുലർ? പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ജീവൻ ആരാണ്? എൻ്റെ യേശുവിൻ്റേതല്ലേ? നമ്മുടെ കർത്താവ് തന്നതല്ലേ?